10 വർഷം തന്റെ ഭരണകാലമായ 10 വർഷം കൊണ്ട് സ്ത്രീകൾക്ക് എന്തൊക്കെ ചെയ്തു എന്നതിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെയാണ് പ്രധാനമന്ത്രി അവതരിപ്പിച്ചത്. സ്ത്രീകളുടെ ജീവിതം സുഗമമാക്കാൻ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ തനിക്ക് കഴിഞ്ഞു എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. 10 കോടി കുടുംബങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ നൽകി, അത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. 11 കോടി കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകി കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു, അതും മോദിയുടെ ഗ്യാരണ്ടിയാണ്. കോടിക്കണക്കിന് പേർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിക്കാനായി, അവരെ പുതിയ യുഗത്തിലേക്ക് നയിക്കാനായി, അത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പ്രസവ അവധി അത് ദീർഘിപ്പിച്ചു നൽകി, അത് മോദിയുടെ ഗ്യാരണ്ടി. സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം ഉറപ്പാക്കി, അത് അദ്ദേഹം എടുത്തുകാട്ടുന്നു. ലോക്സഭയിലും നിയമസഭയിലും വനിതാ സംവരണം ഉറപ്പാക്കി, അതുതന്നെയാണ് BJP ഏറ്റവും പ്രധാനമായി എടുത്തുകാട്ടുന്ന കാര്യം. ഈ പരിപാടിയുടെ സംഘാടനത്തിലുടനീളം അതവർ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചതാണ്. അത് മോദി ആവർത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ ടോം കുര്യാക്കോസ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. ടോം, അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ തുടങ്ങി 10 വർഷത്തെ തന്റെ സ്ത്രീകൾക്ക് വേണ്ടി ഉള്ള താൻ എന്തൊക്കെ ചെയ്തു എന്നത് പറഞ്ഞാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത്. മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പുതിയ പ്രഖ്യാപനങ്ങളോ വാഗ്ദാനങ്ങളോ ഒന്നും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? എങ്ങനെയായിരുന്നു ആ ചടങ്ങുകൾ? രേണുക, സ്ത്രീ ശക്തി മോദിക്കൊപ്പം വന്ന തൃശ്ശൂരിലെ പരിപാടിയിൽ പല പ്രഖ്യാപനങ്ങളും കേരളം പ്രതീക്ഷിച്ചതാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമോ, അതോടൊപ്പം സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമോ തുടങ്ങിയ പല ആകാംക്ഷകളും, അതായത് കേരളം ഉറ്റുനോക്കുകയായിരുന്നു തൃശ്ശൂരിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടിയിലെ. ടോം ലൈവിൽ തന്നെ ചേരുക വിശദാംശങ്ങളുമായി. ഞാൻ അല്പസമയത്തിനകം ടോമിലേക്ക് തിരിച്ചെത്താം. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ പുതുതായി ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത്തരം പ്രഖ്യാപനങ്ങളിലേക്ക് പോയില്ല. പക്ഷേ 10 വർഷം കൊണ്ട് തന്റെ സർക്കാർ എന്തൊക്കെ ചെയ്തു, അതിൽ പ്രധാനമായും സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് ജനങ്ങളോട് പറയാൻ ആണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ലഭിച്ച സമയം ചെലവഴിച്ചത്. മലയാളത്തിൽ തുടങ്ങി പല തവണ അമ്മമാരെ സഹോദരിമാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് താൻ എന്തൊക്കെ ചെയ്തു എന്നാണ് പ്രധാനമന്ത്രി പ്രധാനമായും പറഞ്ഞത്. ടോം, തുടരാം. രേണുക, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഞാനിപ്പോൾ നിൽക്കുന്ന തൃശ്ശൂരിലെ ജനറൽ ആശുപത്രിയിലേക്ക് അദ്ദേഹം തുറന്ന വാഹനത്തിലെത്തിയത്. ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ തൃശ്ശൂരിലെ പൊതുപരിപാടിക്ക് ശേഷം മടങ്ങുകയാണ്. അദ്ദേഹത്തിന് യാത്ര അയക്കാൻ വേണ്ടി ആയിരക്കണക്കിന് BJP പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ വരവേൽക്കാൻ വേണ്ടി, സ്വീകരിക്കാൻ വേണ്ടി സമാനമായ കാഴ്ചയായിരുന്നു തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിന്റെ ഇരുവശങ്ങളിലും ആയിരക്കണക്കിന് ആളുകളാണ്, BJP പ്രവർത്തകരാണ് അദ്ദേഹത്തെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിക്കൂടിയത്. പുഷ്പവൃഷ്ടിയോടുകൂടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ BJP പ്രവർത്തകർ വരവേറ്റത്. അതിനുശേഷം ഏകദേശം 1 കിലോമീറ്ററോളം നീളുന്ന റോഡ് ഷോ സ്വരാജ് റൗണ്ട് മുതൽ നായ്ക്കനാൽ വരെ, അതായത് ഈ വേദി വരെ 1.5 കിലോമീറ്ററോളം നീണ്ടുനിന്ന റോഡ് ഷോയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചതോടുകൂടി വലിയ ആവേശം, പ്രവർത്തകരിലാണ് ആവേശം അണപൊട്ടി. മലയാളത്തിലും ഹിന്ദിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ മോദിയെ വരവേറ്റത്. അതിനുശേഷം അദ്ദേഹം വേദിയിലേക്ക് എത്തിയത് കൂടി ആവേശം അണപൊട്ടുന്ന സാഹചര്യമുണ്ടായി. ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന സ്ത്രീകളെയാണ്, വനിതകളെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. പ്രധാനമായും നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്ത പദ്ധതികൾ, കേന്ദ്ര സർക്കാർ ചെയ്ത പദ്ധതികൾ, മോദിയുടെ ഗ്യാരണ്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നും അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. അതായത് മോദിയുടെ ഗ്യാരണ്ടികൾ എന്ന് മലയാളത്തിൽ ഓരോന്നും പറയുമ്പോഴും പ്രവർത്തകരിലും, അതായത് അവിടെ കൂടുന്ന സ്ത്രീകളിലും അവരും അത് ആവേശത്തോടെ ഏറ്റുപറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടികളെന്ന് അവർ ആവേശത്തോടെ ഏറ്റുപറഞ്ഞു. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് പദ്ധതികളുടെ ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല. പല രീതിയിലുള്ള ഒരു കേരളം അദ്ദേഹത്തിന്റെ പ്രസംഗം ഉറ്റുനോക്കിയത് ഏതെങ്കിലും രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ പോലും സുരേഷ് ഗോപിയുടെ സാന്നിധ്യം നമ്മൾ ഒരുപക്ഷെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന്, BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന അതിന്റെ സൂചനകൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം തുറന്ന വാഹനത്തിൽ BJPയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം
രാമണ്ണനും അവർക്ക് തൊട്ട് പിന്നിലായിട്ട് സുരേഷ് ഗോപിയും ചലച്ചിത്രതാരവും BJP നേതാവുമായ സുരേഷ് ഗോപിയും തുറന്ന വാഹനത്തിലുണ്ടായിരുന്നു. കാരണം അത്രയധികം തൃശ്ശൂരിന് പ്രിയപ്പെട്ടവനായ സുരേഷ് ഗോപി തൃശ്ശൂരിന് വളരെയേറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് വിളിച്ചോതുന്ന രീതിയിൽ തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ പേര് ഭാഗത്തുണ്ടായ സുരേഷ് ഗോപിക്ക് മുദ്രാവാക്യം വിളികൾ ഉയർന്ന പോലും സാഹചര്യങ്ങളുണ്ടായും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ സ്വരാജ് റൗണ്ടിലേക്ക് കടന്നു വന്ന സാഹചര്യം മുതൽ അവിടെ മുതൽ തുടങ്ങിയതാണ് പ്രവർത്തകരിൽ വലിയ രീതിയിലുള്ള ആവേശം. കാരണം BJPയെ സംബന്ധിച്ച് ഒരു BJPയുടെ ശക്തി പ്രകടനം കൂടിയായിരുന്നു തൃശ്ശൂരിൽ കണ്ടത്. വലിയ രീതിയിലുള്ള 2 ലക്ഷത്തോളം ആളുകൾ ഈ പൊതുപരിപാടിയിൽ മഹിളാ സംഗമത്തിൽ പങ്കെടുത്തുവെങ്കിൽ ലക്ഷക്കണക്കിന് 1 ലക്ഷത്തിലധികം ആളുകളാണ് ഈ സ്വരാജ് റൗണ്ടിന്റെ ഇരുവശങ്ങളിലുമായി ബാരിക്കേഡിനുള്ളിൽ ഈ പ്രവർത്തകർ അണിനിരുന്നത്. 1 ലക്ഷത്തിലധികം ആളുകളുണ്ടെന്നാണ് BJP നേതാക്കൾ അവകാശപ്പെടുന്നത്. കാരണം ഏകദേശം കൊല്ലം മുതൽ കോഴിക്കോട് വരെയുള്ള പരമാവധി BJP പ്രവർത്തകരെ ഈ പരിപാടിയിലേക്ക് തൃശ്ശൂരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്നത് BJPയെ സംബന്ധിച്ച് സംഘടനാപരമായി അവരെ സംബന്ധിച്ച് ഏറെ നേട്ടമുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ അതിനുള്ള ഒരു പ്രചാരണ പരിപാടിയുടെ തുടക്കമായി പോലും ഈ തൃശ്ശൂരിലെ ഈ പൊതുപരിപാടിയെ കാണുന്നവരുണ്ട്. ഒരു പടി BJP ഇടതുപക്ഷത്തെയും അതോടൊപ്പം UDF-നും മുന്നിലായി ഒരു പടി അവർ മുന്നേറി കഴിയുന്നു, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ചുവട് വെക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകൾ. കാരണം സ്ത്രീകളുടെ ഒരു വോട്ട് പരമാവധി സമാഹരിക്കാൻ വേണ്ടി അതിന് മുന്നോടിയായിട്ടാണ് വനിതാ ബില്ല് പാർലമെന്റിൽ പാസാക്കിയത്. മാത്രമല്ല പല വിഷയങ്ങളും ഈ സ്ത്രീകളുടെ ഈ ഗർഭിണികൾക്ക് നൽകിയ അത് പ്രസവാവധി ഗർഭിണികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ, അതോടൊപ്പം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ അടക്കം ഉന്നമനത്തിന് വേണ്ടി നൽകിയിട്ടുള്ള പ്രഖ്യാപിച്ച പദ്ധതികൾ ഓരോന്നും അക്കമിട്ട് അദ്ദേഹം നിർത്തിയിരുന്നു. അതായത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് 4 വിഭാഗങ്ങളാണുള്ളത്. അതിൽ സ്ത്രീകളുണ്ട്, കർഷകരുണ്ട്, ദരിദ്രരുണ്ട്. അങ്ങനെ 4 വിഭാഗങ്ങളെയാണ് അദ്ദേഹം ഉയർത്തിക്കാണിച്ചത്. സ്ത്രീകൾക്കാണ് കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ പരിഗണന നൽകിയത്. കഴിഞ്ഞ 9 വർഷത്തെ ഓരോ പ്രവർത്തനങ്ങളും പദ്ധതികളും ഓരോന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിക്കുമ്പോഴും അതിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ ഓരോ പ്രസംഗത്തിന്റെ ഓരോ ഭാഗത്തിലും അദ്ദേഹം കേരളത്തിലെ അമ്മമാരെ, സ്ത്രീകളെ, സഹോദരിമാരെ എന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്യുമ്പോൾ പോലും അവിടെയും പ്രവർത്തകരിൽ ആ ഒരു ആവേശം അണപൊട്ടുന്ന സാഹചര്യം ഉണ്ടായി. നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴും പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ സ്വരാജ് റൗണ്ടിന്റെ ഇരുവശങ്ങളിലും നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് യാത്ര അയക്കാൻ വേണ്ടി. കാരണം അത്രയ്ക്ക് വലിയൊരു ആവേശം തൃശ്ശൂരിലെ ജനങ്ങളിലുണ്ടായിരുന്നു. തൃശ്ശൂർ കാരണം ഒരു പൂരത്തിന് സമാനമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഒരു ചെറു പൂരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയ 3 മണി, അതായത് 3 മണിക്ക് ശേഷമാണ് അദ്ദേഹം ഈ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് മുൻപ് മുതൽ തന്നെ